CPI എപ്പോഴും ഒരു തണലിൽ നിൽക്കുന്ന പാർട്ടിയായി ഇങ്ങനെ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ശരിക്കും നിലവിലില്ലേ? കാരണം CPM ഒരിക്കലും വാസുവിൽ അവരെ വില വെക്കില്ല. CPI ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഏറ്റവും സ്വസ്ഥമായും ഏറ്റവും അന്തസ്സായും ഇരുന്നത് UDFന്റെ കൂടെ വന്നപ്പോഴാണ്. നേരെ പറഞ്ഞാൽ അവര് കടിക്കൂല, കൊരയ്ക്കുള്ളൂ. ലൈംഗിക അപവാദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കേരള രാഷ്ട്രീയം മലീമസമാക്കിയ രണ്ടാൾ പ്രധാനമായിട്ടും ഒന്ന് ഗണേഷ് കുമാറും വേറൊന്ന് PC ജോർജുമാണ്. ഈ പറഞ്ഞ സാമുദായിക സംഘടനകളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ VD സതീശന് കഴിയും? മുഖ്യമന്ത്രി ആയിരിക്കെ സുകുമാരൻ നായരെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാന്ന് ഞാൻ വിചാരിക്കില്ല. ഉമ്മൻചാണ്ടിയാണ് അതിന് മാതൃക. ഉമ്മൻചാണ്ടി ആർക്കും എപ്പോഴും അദ്ദേഹത്തെ വന്ന് കാണും. സുകുമാരൻ നായരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒരുപോലെ ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് LDFിലേക്ക് നോക്കുകയാണെങ്കിൽ CPM CPI തമ്മിൽ ഒരു വശപിശക് മണക്കുന്നുണ്ട്. അല്ലെങ്കിൽ CPIയുടെ ആവശ്യങ്ങൾ CPM അംഗീകരിക്കുന്നില്ല. CPI എപ്പോഴും ഒരു തണലിൽ നിൽക്കുന്ന പാർട്ടിയായി ഇങ്ങനെ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ശരിക്കും നിലവിലില്ലേ? ഉണ്ട്. എന്താ വെച്ചാല് CPI ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഏറ്റവും സ്വസ്ഥമായും ഏറ്റവും അന്തസ്സായും ഇരുന്നത് UDFന്റെ കൂടെ വന്നപ്പോഴാണ്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ UDF നേരത്തെ ഇപ്പൊ ഇന്ന് പറയുന്ന വാക്ക UDF അച്യുതമേനോൻ ഗവൺമെന്റ് ആരാത്? കോൺഗ്രസ് CPI കൂടിയാ. അടിയന്തരാവസ്ഥ കാലത്ത് CPI കോൺഗ്രസിന്റെ കൂടെയാ. അപ്പൊ അവർക്ക് പറ്റിയത് എല്ലാ നിലയ്ക്കും എല്ലാ കാലത്തും പറ്റിയത് കോൺഗ്രസ്സാണ്. കാരണം CPM ഒരിക്കലും വാസുവിൽ അവരെ വില വെക്കൂല. അവർക്ക് 4 MLA അല്ല മന്ത്രിമാരുണ്ടാവും, 10-12 MLA-മാരുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെ തീരെ വില വെക്കൂല. ഇവർക്ക് പേടി എന്ന് വെച്ചാൽ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് മറ്റൊരു വിളിച്ചാളി, അതിന്റെ പേടി അവർക്ക്. അപ്പൊ ഇവർ ഇടതുപക്ഷത്ത ഈ പഴയ അർത്ഥത്തിലല്ല. എന്റെ കണക്കിന് ഇപ്പോ ഇന്ത്യയിൽ ഇടതുപക്ഷം നടന്നത് കോൺഗ്രസ്സാ. കാരണം വലതുപക്ഷം BJP ആണ്. വലതുപക്ഷം BJP ആണ്. ആരാ ഇടതുപക്ഷം? കോൺഗ്രസ് ആണ് ഇടതുപക്ഷം. കേരളത്തിന് പുറത്ത് കോൺഗ്രസിന്റെ കൂടെയാണല്ലോ CPM CPI ഒക്കെ, അല്ലേ? ഇന്ത്യ ബ്ലോക്കിന്റെ കൂടെയല്ലേ ഇവര്? ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പിന്നെ എന്റെ നേതാവ് ഒന്ന് സോണിയാഗാന്ധിയാണ്, വേറൊന്ന് ഖാർഗെയാണ്, വേറൊന്ന് KC വേണുഗോപാലാണ്, വേറൊന്ന് പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ ആനിരാജ രാഹുൽ ഗാന്ധിയുടെ പോയി കൂടെ പ്രസംഗിക്കുമല്ലോ. അല്ല, അവർ കോൺഗ്രസിന്റെ കൂടെയാണ് കേരളത്തിന് പുറത്ത് എവിടെയും. CPIക്ക് എല്ലാ കാലത്തും CPI സ്വസ്ഥമായിരുന്ന കോൺഗ്രസിന്റെ കൂടെയാണ്. അപ്പൊ ഇപ്പോ ഈ PM ശ്രീ ഒപ്പിട്ട കാര്യം ഉദാഹരണം പറയാം. ഇപ്പൊ ബിനോയ് വിശ്വം അത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയുണ്ട്, അല്ലേ? അപ്പോ നല്ലത് CPIക്ക് നല്ലത് കോൺഗ്രസിന് കൂടെ പോവാണ്. അതിന്റെ നയപരമായി അവരും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും UDFിലേക്ക് ഇല്ല എന്നുള്ള പ്രസ്താവന അവർ UDF. ഞാൻ പറഞ്ഞത് ഇപ്പോ നമുക്കിപ്പോ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കമന്റ് പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ അവര് പോയിക്കോളൂ എനിക്കൊരു ആവശ്യമില്ല. ഞാൻ പറയുന്നത് അവർക്ക് CPM-ൽ നിന്ന് ഒരിക്കലും അന്തസ്സായ ഒരു പെരുമാറ്റം CPIക്ക് കിട്ടാറില്ല, ഇതുവരെ കിട്ടിയിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. ഇല്ല. കാരണം ഇപ്പോൾ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒരു ഈ പറഞ്ഞ പ്രത്യേക പദവികളൊന്നും ഇല്ലാത്ത ഒരു മുറി മാത്രമുള്ള ഒരു സ്ഥാനം, സ്റ്റാറ്റ്യൂട്ടറി അല്ലത്. അതിന് ക്യാബിനറ്റ് റാങ്ക് ഇല്ല, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഓഫീസില്ല, ഒന്നുമില്ല. അത് അത് നേരെ പറഞ്ഞ അതൊരു അഹമ്മതി, അത് ഈഗോ ആണത്. ആരാ അവര് പറയാൻ? CPM-ന്റെ വലിയ പ്രശ്നം എന്താണ്? ഈ അഹമ്മതിയാണ്. ഇപ്പൊ ആശാ വർക്കർമാര് സമരം ചെയ്യുന്നു, അവരോട് സംസാരിക്കാലോ? സംസാരിക്കൂല. അവരാരാ സമരം ചെയ്യാൻ? ഈ അവരാരാ? ബിനോയ് വിശ്വം ആരാ ചോദിക്കാൻ? അല്ലെ CPI ആരാ അത് പറയാൻ എന്നാണ് എപ്പോഴും. CPI എന്താ ചെയ്യപ്പെടുക? എന്തെങ്കിലും കൊള്ളരുതാത്ത കാണിച്ചാൽ കൊള്ളരുതായ്മയാണ് എന്ന് ഏതാണ്ട് പറഞ്ഞ് വാർത്ത വന്ന് കഴിഞ്ഞു. CPI വഴങ്ങി നിൽക്കും. CPI വഴങ്ങി നിൽക്കും, അത്രയേ ഉള്ളൂ. അവർ 2 വർത്താനം പറയും, അത്രയേ ഉള്ളൂ. നേരെ പറഞ്ഞാൽ അവർ കടിക്കൂല, കൊരയ്ക്കുള്ളൂ. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ പറയുന്നത് പോലെ CPIയെ എങ്ങനെ വിമർശിച്ചാലും, അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ CPM-നെയും CPI-യും എടുത്തു നോക്കുകയാണെങ്കിൽ LDFിൽ തന്നെ ഇപ്പോൾ ഇടതുപക്ഷ മൂല്യങ്ങൾ പേറുന്ന പാർട്ടി എന്ന് പറയുന്നത് CPI ആണ്. CPM അല്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? അടിസ്ഥാനപരമായി
ഇടതുപക്ഷ മൂല്യം എന്ന് പറയുന്ന ഇപ്പോൾ ഒന്ന് തൊഴിലാളികളുടെ ഭാഗത്ത് നിൽക്കുക, അടിച്ചമർക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കുക, മർദ്ദിതന്റെ കൂടെ നിൽക്കുക, ദളിതരുടെ കൂടെ നിൽക്കുക, സ്ത്രീകളുടെ കൂടെ നിൽക്കുക, ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുക, ഇതൊക്കെയാണല്ലോ ഇടതുപക്ഷ മൂല്യം എന്ന് പറയുന്നത്. അതിലിപ്പോൾ ആശാ പ്രവർത്തകരുടെ സമരത്തോട് കാണിച്ച മനോഭാവം ആലോചിച്ചു പോകും. ആ ഒറ്റ കാര്യം, അത് അവരോട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു CPI-ക്കാ? ഇങ്ങനെ ഒരുപാട് ഉദാഹരണം പറയണ്ട, ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഒന്നും കൊടുക്കണ്ട, അവരെ ചർച്ചയ്ക്ക് വിളിക്കാലോ. മുഖ്യമന്ത്രിയുടെ മൂക്കിനെ വിട്ടിലാണ് സമരം നടക്കുന്നത്, ചെയ്തില്ലല്ലോ. എത്രായിരം സ്ത്രീകളുണ്ട് അങ്ങനെ. അതെ. അപ്പോൾ ഈ പറഞ്ഞ അച്യുതമേനോൻ സർക്കാരിനൊപ്പം നിന്നപ്പോൾ CPI-ക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു എന്ന് പറയുന്നതിനെ ഒന്ന് വിശദീകരിക്കാമോ? ഉറപ്പല്ലേ. ഇപ്പൊ കരുണാകരൻ അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുകയാണ്. കരുണാകരന്റെ കൂടെ അച്യുതന്റെ കൂടെ ഉള്ളതിനേക്കാൾ മെമ്പർമാരുണ്ടല്ലോ. കേരളത്തിലെ വലിയ പാർട്ടിയല്ലേ കോൺഗ്രസ്, അവിടെ എവിടെയും വരുമോ CPI? അച്യുതമേനോന്റെ വ്യക്തിത്വത്തോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. 7 കൊല്ലം അവർ ഭരിക്കുകയാണ്. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയാണ്, കരുണാകരൻ മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങനെ. അതായത് ഇപ്പൊ പണ്ട് ആദ്യത്തെ പട്ടന്നാനുള്ള മിനിസ്ട്രിയിൽ എന്താ സംഗതി? പട്ടന്നാനുള്ള എന്ന് പറഞ്ഞ PSP-കാരനാണ്, അദ്ദേഹത്തിന് കൂടെ ആള് കുറവാണ്. അദ്ദേഹം നേരത്തെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു തിരുവിതാംകൂറിൽ. അപ്പോൾ അതുകൊണ്ട് ആർ ശങ്കർ എന്ന് രണ്ടാമനായിട്ടിരിക്കുകയാണ്. പിന്നെ ആർ ശങ്കർ ഉപമുഖ്യമന്ത്രി, ആർ ശങ്കർ കോൺഗ്രസ് നേതാവ്, SNDP നേതാവ്, രണ്ടും കൂടി അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ പഞ്ചാബ് ഗവർണറാക്കിയിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടാണ് ശങ്കർ മുഖ്യമന്ത്രി ആവുന്നത്. അന്ന് കോൺഗ്രസ് ആയതുകൊണ്ട് ഇവർക്ക് ഇപ്പം അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് CPI-ക്ക് ഏറ്റവും മാന്യതയും പരിഗണനയും സ്ഥാനവും മാനവും ഒക്കെ കൊടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാ, അല്ലാതെ CPM എന്നല്ല. അതെ. അപ്പോൾ ഇതിന്റെ മറ്റൊരു ഭാഗമായി വരും CPM-ന്റെ മൂല്യങ്ങളുടെ ചുതി സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആണ്. എന്താ വെച്ചാല് CPM പണ്ടൊരിക്കലും കേൾക്കാത്ത മറ്റുള്ള അഴിമതി ആരോപണങ്ങൾ കേട്ടു. അല്ല, ഉദാഹരണം പറയണേ, ഇപ്പോൾ ഇന്ന് വരെ ഒരു CPM നേതാവിൻ്റെയും മകളെ പറ്റിയോ മകനെ പറ്റിയോ ഭാര്യയെ പറ്റിയോ ഒന്നും ഒരു ആരോപണമായിട്ട് ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇപ്പോൾ നായനാർ മരിച്ചില്ലേ, ഉദാഹരണം പറയണേ, നായനാർക്കും ഭാര്യ മകളൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ ED വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെല്ലുന്നു. ആ സമയത്ത് CPM-ന്റെ പ്രവർത്തകർ ED-യെ തടയുന്നു, ആളെ ആക്രമിക്കാൻ വരുന്നു, ഡ്രൈവറെ ആക്രമിക്കുന്നു, കാർ അടിച്ചു പൊളിക്കുന്നു. അവരൊക്കെ ജയിലിൽ പോകുന്നു. എന്താ സ്ഥിതി? പിണറായി വിജയനോട് അവരൊരു വാക്കും ചോദിച്ചിട്ടില്ല, പിണറായി വിജയനെ പറ്റി അവരൊന്നും പറഞ്ഞിട്ടില്ല. വശാൽ ഈ സ്ത്രീ പിണറായി വിജയന്റെ മകളാണ്, ഒന്നിച്ചാണ് താമസം, ഇത്രയേ ഉള്ളൂ. പിണറായി വിജയനെ ചോദിക്കാൻ പോയതല്ല, ചോദിക്കാൻ പോയാലും ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല. അവിടെ എത്തി പാർട്ടി. എത്ര അഴിമതി ആരോപണം അദ്ദേഹം കേട്ടത്. സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണോ? അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിവശങ്കറിനെ ജയിലിൽ പോയില്ലേ, രവീന്ദ്രനെ ജയിലിൽ പോയില്ലേ, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കാരാണത്. അദ്ദേഹം ആദ്യം അധികാരത്തിൽ ഏറുമ്പോൾ 2016 എന്താ പറഞ്ഞത്? അവതാരങ്ങൾ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിലെ അവതാരങ്ങൾ മാത്രമായിരുന്നു. ഇപ്പൊ P ശശി ചില്ലറ അവതാരാണോ? P ശശി ജയിലിൽ പോയില്ല എന്നല്ലാതെ എന്താ? ഇപ്പൊ സ്വപ്ന സുരേഷ് പറഞ്ഞു അവര് പുസ്തകം എഴുതി. അതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്കോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കോ കേൾക്കാവുന്ന കാര്യങ്ങളാണോ? അവള് പറഞ്ഞ മുഴുവൻ സത്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ സാമാന്യമായിട്ട് സ്വപ്ന സുരേഷ് കളവ് പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് വെച്ച് പറയുകയാണ് ഞാൻ. അവർക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റാളെ പറ്റിയൊക്കെ പറഞ്ഞൂടെ? ഇപ്പോൾ സരിതാ നായർ പറഞ്ഞ മാതിരിയാണ് ആരൊക്കെ പറ്റി എന്തൊക്കെ അവൾക്ക് പറയാവുന്ന അവൾ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ KT ജലീലിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു ലൈംഗികമായ ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം എന്നെ നോക്കിയിട്ടില്ല എന്ന് അവൾ പറഞ്ഞല്ലോ. നോക്കിയെന്ന് പറഞ്ഞാൽ എന്താ കേട്? അതും ആള് കൊണ്ടാടുമല്ലോ. ഇപ്പൊ സരിതാ നായർ ആരൊക്കെ പറ്റി എന്തൊക്കെ പറഞ്ഞു ഒക്കെ പോട്ടെ, സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ പറ്റിയാണ് അവർ പറഞ്ഞത്. ഈ നാട്ടിലെ കാര്യങ്ങളെ ആ PC ജോർജ് യാതൊരു നാണവും മാനവും ഇല്ലാതെ ഒരു കള്ളസാക്ഷി പറഞ്ഞു. കള്ളസാക്ഷിയാണ് പറഞ്ഞതെന്ന് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അയാൾ തന്നെയാണ് പറയുന്നത്. ഞാൻ കളവ് പറഞ്ഞു, അടിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പം KB ഗണേഷ് കുമാർ, PC ജോർജ് തുടങ്ങിയ ആളുകൾ നമ്മുടെ രാഷ്ട്രീയക്കാർ. അപ്പൊ അവർ ഈ തരത്തിലുള്ള ലൈംഗിക അപവാദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കേരള രാഷ്ട്രീയം മലീമസമാക്കിയ രണ്ടാള് പ്രധാനമായിട്ടും ഒന്ന് ഗണേഷ് കുമാർ, വേറൊന്ന് PC ജോർജുമാണ്. അത് ചോക്കൂ, ഇവിടെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്ത്? ഉമ്മൻചാണ്ടിയെ പറ്റി ചർച്ച ചെയ്തൊക്കെ സരിതാ നായരെ പറ്റിയല്ലേ? സോളാർ രാഷ്ട്രീയത്തെ തന്നെ വഴിതിരിച്ചുവിടാൻ ഘട്ടമുണ്ടായിരുന്നു. അല്ല, അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു ആ വകയിൽ സർക്കാരിന് ഒരു പൈസ നഷ്ടപ്പെട്ടില്ല. എന്താണ് ആരോപണം? ആ സ്ത്രീയെ പലരും പറ്റിച്ചു.
ആ പറ്റിക്കാൻ സൗകര്യം കിട്ടിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അവൾക്കുള്ള ബന്ധം കൊണ്ടാണ്. അവൾ അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ കഥ ഉണ്ടാക്കുകയാണ്. ഈ ജയിലിൽ നിന്ന് കത്തെഴുതുന്നു, ആ കത്തിൽ അത് കൂട്ടിച്ചേർക്കുന്നു, പിന്നെ അത് ആക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പായുന്നു. ബിജു രാധാകൃഷ്ണൻ ഒന്നും പറയണ്ട. എന്നിട്ട് MLA ആയിരുന്ന UDF ചീഫ് വിപ്പായിരുന്ന ഒരാളാണ് PC ജോർജ്. കളവ് പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. അല്ല, അപ്പൊ കഴിഞ്ഞ ഇലക്ഷന് എനിക്കുള്ള ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ തെരഞ്ഞു പിടിച്ച ആളുകളെ തോൽപ്പിച്ചു. PC ജോർജിനെ തോൽപ്പിച്ചു, KB ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചു, PV അൻവർ തോൽപ്പിച്ചു. കണ്ടോ? അപ്പൊ ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട് ആരെ ജയിപ്പിക്കേണ്ടത് തോൽപ്പിക്കേണ്ടത്. അത് പണ്ട് കാര്യമില്ല. അവരൊന്നും ഇനി രാഷ്ട്രീയത്തിൽ മടങ്ങിയൊരു ഞാൻ തൽക്കാലം വിചാരിക്കുന്നില്ല. ഗണേഷ് കുമാറിന് എല്ലാം കഴിഞ്ഞു. കാരണം ഇപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്താണ്? ഒന്ന് അധികാരത്തിന്റെ ഒരു കാര്യം, രണ്ട് നായർ സർവീസ് സൊസൈറ്റി, അതിന് അദ്ദേഹം പുറത്തായി. പിന്നെ മണ്ഡലത്തിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇനി ഇല്ലല്ലോ, ഇനിയിപ്പോ അദ്ദേഹത്തിന് സിനിമ ചെയ്യാം, അത് ചെയ്യട്ടെ. അത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതുപോലെ അമ്മ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തു. അതൊക്കെ നമ്മളെ ആരും ബാധിക്കൂല. MLA മന്ത്രിയോ രാഷ്ട്രീയതാവോ നമ്മളെ ബാധിക്കും. മറ്റിപ്പോ അമ്മ സംഘടനയിൽ ആര് പ്രസിഡന്റായി, ആരെ പുറത്താക്കി, ആരകത്താക്കി നമ്മളെ ബാധിക്കില്ല. അവരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മുൻ സർക്കാരിനെ എടുത്തു നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ എപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ ഒപ്പമായിരുന്നു. അദ്ദേഹം അത് തുറന്ന് സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അത് വ്യക്തമായ ഒരു കാര്യം, മൗനം കൊണ്ട് വ്യക്തമാണല്ലോ. അതെ, വ്യക്തമായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ മാത്രമല്ല, ആ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്, പിന്നെ കൈ പിടിച്ച് ഇങ്ങനെ രണ്ടാളും കൈ ഉയർത്തി പിടിച്ച ഫോട്ടോ, പിന്നെ അദ്ദേഹം നാരായണ ഗുരുവിന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട നേതാവാണ് എന്ന് പറഞ്ഞത്, പലതും 30 കൊല്ലം ആയിരുന്ന അദ്ദേഹത്തിന്റെ യോഗ്യതയെ പറ്റിയൊക്കെ പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ മൗനം പാലിച്ചത് എതിരഭിപ്രായങ്ങൾ പറഞ്ഞില്ല എന്നുള്ള നിലയ്ക്കാ. അനുകൂല അഭിപ്രായങ്ങൾ 100 പറഞ്ഞിട്ടുണ്ട്. അതെ. പക്ഷെ ഇപ്പോഴത്തെ സർക്കാരിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ VD സതീശൻ വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ ഈ സുകുമാരൻ നായരെ പോലും ഇത്തരത്തിൽ പുകഴ്ത്തുന്നതായോ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ സാമുദായിക സംഘടനകളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ VD സതീശന് കഴിയുമോ? അല്ല, അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു നേട്ടമാണത്. അതായത് ഇവിടുത്തെ മതപൗരോഹിത്യത്തെയോ സാമുദായിക നേതൃത്വത്തെയോ പേടിച്ചുകൊണ്ടാണ് ഇവിടെ പലരും നടന്നിരുന്നത്. ശ്രീ VD സതീശന് ഞാൻ കണ്ട വലിയ യോഗ്യത, അവരെ വിലവെക്കാതിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ആയിരിക്കെ സുകുമാരൻ നായരെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആർക്കും കാണാവുന്ന ഒരാളായിരിക്കണം മുഖ്യമന്ത്രി. അത് അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ്, അങ്ങോട്ട് പോണ്ട. സുകുമാരൻ നായർ ആര് വന്നാലും ഉമ്മൻചാണ്ടിയാണ് അതിന് മാതൃക. ഉമ്മൻചാണ്ടി ആർക്കും എപ്പോഴും അദ്ദേഹത്തെ വന്ന് കാണാം, എത്ര പേർക്കും വരാം. അദ്ദേഹം ഊണ് കഴിച്ചാലും ഇല്ലെങ്കിലും, കുളിച്ചാലും ഇല്ലെങ്കിലും, ചായ കുടിച്ചാലും ഇല്ലെങ്കിലും, നിന്നാലും ഇരുന്നാലും കിടന്നാലും ഒക്കെ ഉമ്മൻചാണ്ടിയെ നിങ്ങൾക്ക് കാണാം. ആ ഉമ്മൻചാണ്ടിയാണ് മാതൃകയാക്കേണ്ടത്. സുകുമാരൻ നായർ വരുമ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. സുകുമാരൻ നായർ അങ്ങോട്ട് എന്ന് പ്രീണിപ്പിക്കേണ്ട ഒരു പണി ഒരിക്കലും സതീശൻ എടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടാണത്. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒരുപോലെ ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെന്തോ യോഗ്യതയുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് വളരെ അഭിമാനം വളർത്തിയ ഒന്നാണ്. കാരണം ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരും ഇവിടുത്തെ മതപുരോഹിതന്മാരും പറയുന്നിടത്തല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ വെള്ളാപ്പള്ളി തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ ജയിപ്പിക്കണം പറഞ്ഞാൽ തോൽപ്പിച്ചതൊക്കെ നമുക്കറിയാം. അത് വളരെ വ്യക്തമായി സമുദായ ശക്തികളുടെ സമവാക്യങ്ങൾക്ക് അനുസരിച്ചല്ല കേരളത്തിലെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയ നീക്കത്തിന് നേതൃത്വം കൊടുത്ത ആളെന്നുള്ളതാണ് VD സതീശന്റെ യോഗ്യത എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ സാമുദായിക സംഘടന, നമ്മൾ ഈ ഏതെങ്കിലും മണ്ഡലങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ NSS പ്രത്യേകമായി ഇടപെട്ടു എന്നും പലർക്കും വോട്ട് ചെയ്യണമെന്നും ചെയ്യരുത് എന്നും പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാവരും വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നില്ല, പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കില്ലേ? അല്ല, അവർക്കൊന്നും യാതൊരു സ്വാധീനവും ഇല്ല എന്ന് വ്യക്തമായി. ഇപ്പോ പിണറായി വിജയൻ തിരിച്ചു വരും എന്ന് വാസ്തവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി. അത് വിശ്വസിച്ചിരുന്ന ഒരാളാണ് സുകുമാരൻ നായർ. അത് വിശ്വസിച്ചിരുന്ന ഒരാളാണ് കാന്തപുരം. അത് വിശ്വസിച്ചിരുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. ഉദാഹരണം പറയണേ, അങ്ങനെ പലരും. അപ്പോ ഇതിപ്പോ ഈ ഞാൻ ഈ കാന്തപുരത്തിന്റെ പേര് അദ്ദേഹം നേരിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞ കാര്യം വെച്ചാ പറയുന്നത്. മറ്റൊരു പ്രസ്താവന പുറപ്പെടുവിച്ച മാതിരി കാന്തപുരം അങ്ങനെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല.
പക്ഷെ അവരുടെ ഉള്ളിൽ ഇപ്പൊ അതാണ് എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഞാൻ ആരോപണം പറയല്ല, എൻ്റെ ഒരു നിരീക്ഷണം പറയാം. അപ്പോ എന്താ ഉണ്ടാവുന്നത്, ഈ ഇപ്പോൾ പള്ളിയിലച്ചന്മാര് മെത്രാന്മാര് പറയുന്നിടത്തല്ല ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇത്ര 9 സ്ഥാനത്ത് മത്സരിച്ച് 9 തോറ്റു. അവരുടെ കൂടി പള്ളിയച്ചന്മാരുണ്ടായിരുന്നല്ലോ, കണ്ടോ? ഇപ്പൊ ഇവിടെ ഈ സമസ്തയിൽ തിരുപ്പുണ്ടാക്കാൻ നോക്കി CPM, ഈ മുക്കം ഉമർ ഫൈസി തുടങ്ങിയുള്ള ആളിലൊക്കെ അവര് രഹസ്യമായിട്ട് പണിത് മുഴുവൻ CPM-ന് വേണ്ടിയാ. യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അത് ഭരണവിരുദ്ധ വികാരമാണത്. ഒരാളുടെ യോഗ്യത എന്ന് പറഞ്ഞ് അതിന് മാത്രം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ മാത്രം 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു. പിന്നെ ഒരുപടി അഹമ്മദി അഴിമതി പിടിപ്പുകളൊക്കെ ഉണ്ടായി. അപ്പം അതിലൊരു ഉദാഹരണം പറയുമ്പോൾ ആശാ പ്രവർത്തകരുടെ സമരം, അത് ജനങ്ങളെ വളരെ സ്വാധീനിക്കും. ജനങ്ങളെല്ലാം ഇപ്പൊ 2018 വെള്ളപ്പൊക്കത്തിന് വളരെ കൊള്ളാവുന്ന രീതിയിൽ വളരെ കാര്യപ്രാപ്തിയോടുകൂടി പിണറായി ഗവൺമെന്റ് പ്രവർത്തിച്ചു. ഞാനത് അംഗീകരിക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് 2021 തിരിച്ചു വന്നത്. ജനങ്ങളിത് നോക്കുന്നുണ്ട്. മുസ്ലിയാർ എവിടെയാ പറഞ്ഞത്, പള്ളിയിലച്ചൻ എവിടെയാ പറഞ്ഞത്, വെള്ളാപ്പള്ളി എവിടെയാ പറഞ്ഞത് നോക്കല്ല. അപ്പൊ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വളരെ ജാഗ്രതയുണ്ട്. അവര് അടിസ്ഥാനപരമായി അവര് മതേതര ബോധത്തോടുകൂടിയാണ്. നമ്മൾ ഇപ്പം ആലോചിച്ച് നോക്കൂ, മലപ്പുറത്ത് തവനൂർ 2% ക്രിസ്ത്യാനികൾ ഇല്ലാത്ത മണ്ഡലത്തിലാണല്ലോ ജോയ് ജയിക്കുന്നത്, മലപ്പുറം DC പ്രസിഡന്റ്. ഇപ്പോൾ നമ്മളെ പഴയ കണക്കെന്താ, ക്രിസ്ത്യാനികളുടെ അടുത്ത് ക്രിസ്ത്യാനിയെ നിർത്തുക, നായന്മാരുടെ അടുത്ത് നായന്മാരെ നിർത്തുക. ഇനി അതിനൊന്നും ഒരു അർത്ഥമില്ല, അതൊക്കെ കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ KT ജലീലിനെ തോൽപ്പിച്ചിട്ട് വരികയാണ് ആര്? VS ജോയ്, DC പ്രസിഡന്റ്. കണ്ടോ? ഒരു ഉദാഹരണം പറയണേ. അങ്ങനെ എല്ലാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, തൃക്കരിപ്പൂർ എങ്ങനെയാ സന്ദീപ് വാര്യർ ജയിക്കുന്നത്? അപ്പൊ ജനങ്ങൾ, രാഷ്ട്രീയമാണ് ഈ വോട്ട്. അത് സാമുദായികമോ പ്രാദേശികമോ മതപരമോ വർഗീയമോ ഒന്നുമല്ല. അത് കൃത്യമായി വിലയിരുത്തിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, PC ജോർജും ഗണേഷ് കുമാറും PV അൻവറും കൃത്യമായിട്ട് തോൽക്കുന്നു. ജനങ്ങൾ മനസ്സിലാക്കിയാ വോട്ട് ചെയ്യുന്നത്. അതതിന്റെ കാര്യം. പക്ഷേ ബേപ്പൂരിൽ PV അൻവർ തോൽക്കണമെങ്കിൽ ഈ പറഞ്ഞ വലിയ ഭരണവിരുദ്ധ വികാരവും UDF തരംഗവും ആഞ്ഞടിച്ചപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ പിണറായി വിജയന്റെ മരുമകൻ എന്ന പേര് പോലും എടുത്തു പറയുന്ന മുഹമ്മദ് റിയാസ് ജയിക്കണമെങ്കിൽ PV അൻവറിന് ഉണ്ടായ കോട്ടം എന്ന് പറയുന്നത് ചെറുതല്ല. അല്ല, PV അൻവറിന് രാഷ്ട്രീയം തിരിയില്ല എന്ന് അദ്ദേഹം എന്നും തെളിയിച്ച ഒരാളാണ്. അദ്ദേഹം 2 വട്ടം 3 വട്ടം മത്സരിച്ച് 2 വട്ടം ജയിച്ചു, 4ാമത്തെ വട്ടം തോറ്റു. പിന്നെ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, അത് തോറ്റാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞു. അയാൾ തോറ്റു. MLA ആയിരിക്കും MP ആയിട്ട് മത്സരിച്ചു, അയാൾ അത് തോറ്റു, രാജിവെച്ചിട്ടൊന്നും ആരും ചോദിച്ചിട്ടുമില്ല. പിന്നെ അദ്ദേഹം എന്ത് രാഷ്ട്രീയ പറഞ്ഞുകൊണ്ടിരുന്നത്? അദ്ദേഹം ഇവിടെ നിയമസഭയിൽ മീറ്റിങ്ങിന് പങ്കെടുക്കണം, ആഫ്രിക്കയിൽ സ്വർണ്ണക്കച്ചവടത്തിന് പോകും. ഇതൊക്കെയാണ് രാഷ്ട്രീയം. അതൊക്കെ LDF-ന് മാത്രമേ അങ്ങനെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. അവർ ജയിപ്പിച്ചു. ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് PV അൻവറിനേക്കാൾ എത്രയോ മേലെയാണ് റിയാസ്. അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ബേപ്പൂരിൽ വേറെ ഒരാൾ നിന്നിരുന്നെങ്കിൽ ചിലപ്പോ റിസൾട്ട് വേറെ ഒന്നായേനെ, അത് പറയാൻ പറ്റില്ല.